ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ IVF പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, IVFന് എത്ര ദിവസത്തെ ഇഞ്ചെക്ഷൻസ് ആണ് എടുക്കേണ്ടത്, ഏതൊക്കെ ദിവസമാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, ഇഞ്ചെക്ഷൻസ് എടുത്തു കഴിഞ്ഞ് എപ്പോഴാണ് ഓവം പിക്കപ്പ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ലാബിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എഗ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് പെയിൻഫുൾ ആണോ, അങ്ങനെ 100,000 ചോദ്യങ്ങളാണ്, 100,000 ഡൗട്ട്സ് ആണ് ഓരോ ആളുകൾക്കും IVF പ്രോസസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളും IVF ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഡൗട്ട്സും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVF പ്രോസസ്സിനെ മെയിനായിട്ട് നമുക്ക് 5 സ്റ്റെപ്പിലായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഫീമെയിൽസിന് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ തൊട്ട് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഇഞ്ചെക്ഷൻസ് കണ്ടിന്യൂസ്ലി 5 തൊട്ട് 10 ദിവസം എടുക്കേണ്ടി വരും. അപ്പോൾ ഇഞ്ചെക്ഷൻസ് എന്ന് കേൾക്കുമ്പോൾ IVF ചെയ്യാൻ തന്നെ മടിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ IVF ഇഞ്ചെക്ഷൻസ് അത്ര പെയിൻഫുൾ അല്ല. അപ്പോൾ ആ ഒരു 10 ദിവസം നിങ്ങൾ ഇഞ്ചെക്ഷൻസ് എടുക്കണം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് IVF സെന്ററിൽ പോയി നിങ്ങളുടെ സോനോഗ്രഫി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സോനോഗ്രഫിയിൽ എഗ്ഗിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും. 10 ദിവസത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് എഗ് ഗ്രോ ആയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. അതാണ് എഗ് റിട്രീവൽ അല്ലെങ്കിൽ എഗ് പിക്കപ്പ്, ഓവം പിക്കപ്പ് എന്നും പറയും. അപ്പോൾ ഇഞ്ചെക്ഷൻസ് എടുത്ത് ഫോളിക്കിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോം ആയി കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഓവം പിക്കപ്പ് ചെയ്ത് ഈ ഫോളിക്കിൾസിനെ നമ്മൾ വെളിയിലെടുക്കും. ഫോളിക്കിൾസിൽ നിന്നാണ് എഗ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫോളിക്കിൾസിൽ നിന്നും നമുക്ക് എഗ് കിട്ടില്ല. ഓവം പിക്കപ്പ് പ്രൊസീജിയർ ഒരുപാട് സിമ്പിൾ ആണ്. ഒരുപാട് പേര് പേടിക്കാറുണ്ട് ഓവം പിക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓവം പിക്കപ്പിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എഗ് എല്ലാം റെഡി ആയാൽ IVF സെന്ററിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ട് സോനോഗ്രഫി ത്രൂ നമ്മൾ ഈ ഫോളിക്കിൾസിനെ എല്ലാം വെളിയിലെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഈ ഫോളിക്കിൾസിൽ നിന്ന് എഗ്ഗിനെ നമ്മൾ വെളിയിലെടുക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതാണ്. നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് IVFൽ എഗ് വെളിയിലെടുക്കുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, അതായത് ലാബിൽ എഗ്ഗും സ്പേമും യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് എല്ലാ എഗ്ഗിലും ഓരോ സ്പേം ഇഞ്ചെക്ട് ചെയ്യും. അതാണ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ്. ഇനി മുന്നോട്ടുള്ള 5 ദിവസത്തിലാണ് ഈ എംബ്രിയോസിനെ ഗ്രോ ചെയ്യിക്കുന്നത്. ചിലപ്പോൾ എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ്ഡ് ആകുമ്പോൾ എല്ലാം ഫെർട്ടിലൈസ് ആയില്ലെന്ന് വരും. ചിലപ്പോൾ ഫെർട്ടിലൈസ് ആയ എംബ്രിയോസ് എല്ലാം മുന്നോട്ടുള്ള 5 ദിവസവും കറക്റ്റായിട്ട് ഗ്രോ ആയില്ലെന്നും വരും. അപ്പോൾ ഈ എംബ്രിയോസ് 5 ദിവസം ഗ്രോ ആക്കിയിട്ടുള്ള ആ എംബ്രിയോ ആണ് നമ്മൾ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നത്. ഈ എംബ്രിയോ ഫോം ആകുന്ന ഈ പ്രോസസ്സ് 5 ദിവസം ലാബിൽ നടക്കും. ചില ആളുകൾക്ക് ഡേ 2 എംബ്രിയോസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് 2 ദിവസം മാത്രം എംബ്രിയോ ലാബിൽ ഗ്രോ ആക്കിയിട്ട് ആ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യും. ചില ആളുകൾക്ക് ഡേ 3 എംബ്രിയോസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് 3 ദിവസം ലാബിൽ ഗ്രോ ആക്കിയിട്ടുള്ള ആ എംബ്രിയോ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചിലവർക്ക് ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് 5 ദിവസം ഗ്രോ ആക്കിയിട്ടുള്ള ആ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് 5ാമത്തെ സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയർ. അപ്പോൾ ഒരുപാട് സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ കത്തീറ്ററിൽ ആ എംബ്രിയോസിനെ ലോഡ് ചെയ്ത് യൂട്രസിൽ നിക്ഷേപിക്കും. എംബ്രിയോ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയറിന് യാതൊരു അനസ്തേഷ്യയുടെയും ആവശ്യമില്ല. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് 2 തരത്തിലാകാം. ഏത് മാസമാണോ നമ്മൾ എഗ് ഉണ്ടാക്കുന്നത് അതേ മാസം തന്നെ ഫോം ആയ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇനിയും നമ്മുടെ കണ്ടീഷൻസ് എല്ലാം കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ ആ ഫോം ആയ എംബ്രിയോസിനെ ഫ്രീസ് ചെയ്യും. എന്നിട്ട് ആ ഫ്രോസൺ എംബ്രിയോ നെക്സ്റ്റ് മാസമോ വേറെ ഏതെങ്കിലും മാസമോ എല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ. ഫ്രീസിംഗിന്റെ ടെക്നിക്കിനെ വിട്രിഫിക്കേഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, ഫ്രീസിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ എംബ്രിയോസിന് എന്തെങ്കിലും കേടുപാട് പിന്നീട് സംഭവിക്കുമോ എന്നുള്ളത്. ഫ്രീസിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ എംബ്രിയോസിന് ഒരു കേടുപാടും ഉണ്ടാകില്ല.
ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് മാസമാണോ ആ മാസം എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കിയതിനു ശേഷം ആ ഫ്രീസ് ചെയ്ത എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യും. പേഷ്യൻസിന്റെ എല്ലാ കണ്ടീഷൻസും ഹെൽത്തും ഒക്കെ നോക്കിയിട്ടാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ IVFന്റെ 5 സ്റ്റെപ്സ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഒവേരിയൻ സ്റ്റിമുലേഷൻ, അതായത് 10 ദിവസവും ഇഞ്ചെക്ഷൻസ് തന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ് എഗ് റിട്രീവൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻസെമിനേഷൻ, അതായത് ആ എഗ്ഗിൽ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യും, അതാണ് ഇക്സി. നാലാമത്തെ സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്ഗും സ്പേമും യുണൈറ്റ് ആയിട്ട് എംബ്രിയോ ഫോം ആക്കിയിട്ട് ലാബിൽ ആ എംബ്രിയോനെ ഗ്രോ ചെയ്യിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് 5ാമത്തെ സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ചിലപ്പോൾ എഗ് റിട്രീവൽ ചെയ്ത അതേ മാസം തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും, അതാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ. ചിലപ്പോഴൊക്കെ വേറെ മാസമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ എംബ്രിയോസിനെ ഫ്രീസ് ചെയ്യും. അങ്ങനെ ഫ്രീസ് ചെയ്ത എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്നും പറയും. അപ്പോൾ ഇതാണ് IVFന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. Take care and goodbye. God bless you.